എത്ര വ്യാജമാണ് ഇവർ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നിഖിൽ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശത്തിൽ പങ്കെടുത്തത് പി ജയരാജൻ ഷുക്കൂർ വധക്കേസിലെ പ്രതി, അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ പ്രതിയായിട്ടുള്ള പി ദിവ്യ, അല്ലെങ്കിൽ മറ്റേ ഷുഹൈബിന്റെ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആകാശ് തില്ലങ്കേരി, TP കേസിലെ പ്രതിയായിട്ടുള്ള ഷാഫി അടക്കമുള്ളതാണ്. അപ്പൊ ഇവര് പരോളിറങ്ങിയാലും അല്ലെങ്കിൽ പുറത്തിറങ്ങിയാലും അല്ലെങ്കിൽ ജാമ്യം കിട്ടിയാലും ഒക്കെ ഇവർ ഒന്നിച്ചു കൂടുന്ന പരിപാടികളാണ്. ഈ പറഞ്ഞ ഏതെങ്കിലും CPM-ന്റെ നേതാക്കന്മാർ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീട് സന്ദർശിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ മനുഷ്യരുടെ കുടുംബാംഗങ്ങളെ എപ്പോഴെങ്കിലും ആശ്വസിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ പറയുന്ന വാദം എന്താ? ഈ കൊടിസുനിയുടെ അമ്മയ്ക്ക് കൊടിസുനിയെ കാണാനെങ്കിലും അനുവദിക്കണം, അതൊരു മനുഷ്യാവകാശമാണെന്ന്. ഞാൻ പറയുന്നത് കൊടിസുനിയുടെ അമ്മയ്ക്ക് കൊടിസുനിയെ ജയിലിൽ പോയാലെങ്കിലും കാണാം. പക്ഷെ ആ TP ചന്ദ്രശേഖരന്റെ മകനുണ്ടല്ലോ, ആ പയ്യൻ എങ്ങനെയാ സ്വന്തം അച്ഛനെ ഇനി കാണുക? ഭിത്തിയിലിരിക്കുന്ന ഫോട്ടോ നോക്കിയല്ലേ കാണാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ മറ്റു മനുഷ്യർ പറയുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വാചകത്തിൽ കേട്ട് സന്തോഷിക്കേണ്ട ഗതികേടല്ലേ ആ മകനുള്ളത്? അപ്പോ കൊടിസുനിയുടെ അമ്മയ്ക്ക് ജയിലിൽ പോയാലും കൊടിസുനിയെ കാണാം. പക്ഷേ TP ചന്ദ്രശേഖരന്റെ മകന് ഇനി ആ മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനെ കാണാൻ പറ്റില്ലാത്ത വിധം ഇല്ലാതാക്കി കളഞ്ഞ കൊടും കുറ്റവാളികൾക്ക് ജാമ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പരോൾ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവർ മഹത്വവൽക്കരിക്കുന്നത് മനുഷ്യാവകാശം എന്ന്. അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, പൊതുസമൂഹം തയ്യാറല്ല. ഇനി മാത്രമല്ല, കുഞ്ഞനന്ദൻ മഹാനായ മനുഷ്യനായിരുന്നു എന്നല്ലേ CPM-ന്റെ നേതാക്കന്മാർ വാഴ്ത്തിപ്പാടിയത്? എവിടെ പരോളിൽ കിടന്ന് മരിക്കുന്നത്, എങ്ങനെയാ മരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വിവാദപരമായിട്ടുള്ള മറ്റ് പല നിരീക്ഷണങ്ങളുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ TP കേസിലെ പ്രതികൾക്ക് മറ്റ് പ്രതികൾക്കൊക്കെ നിർബാധം പരോൾ കിട്ടുകയും സുഖ സൗകര്യങ്ങൾ കിട്ടുകയും ചെയ്തപ്പോൾ ഈ കൊടിസുനിക്ക് കിട്ടാതിരിക്കാൻ കാരണം അയാൾ ജയിലിൽ കിടന്നുകൊണ്ട് പോലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഈ 30 ദിവസം അയാൾ അമ്മയോടൊപ്പം ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ അയാൾ ഫോൺ വഴി മറ്റ് ക്രിമിനൽ കേസിൽ ഏർപ്പെടില്ല എന്ന് ഹസ്കറിന് എന്താണ് ഹസ്കർ എത്ര ഉറപ്പ്? ഹസ്കർ പിന്തുണയ്ക്കുന്ന CPM-ന്റെ സർക്കാരിന്റെ പോലീസ് പറഞ്ഞിട്ടുള്ളതാണ് ഈ 12ഓളം കേസുകൾ. അപ്പോൾ അതൊക്കെ കേട്ട് കേൾവിയാണെന്ന് പറഞ്ഞാൽ ഹസ്കർ ആരെയാണ് പിന്നെ പിന്തുണയ്ക്കുന്നത്? ഇനി താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കൊലക്കേസ് പ്രതികളുമായിട്ട് സഹവാസം നടത്തുന്നത് പൊതുപ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കൊലക്കേസ് പ്രതികളുമായിട്ട് മാത്രം സഹവാസം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ P ജയരാജൻ മറ്റേതെങ്കിലും മനുഷ്യരുമായിട്ട് സഹവാസം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം മറ്റാരുടെങ്കിലും മനുഷ്യാവകാശ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കൊലക്കേസ് പ്രതികൾക്ക് വേണ്ടിയിട്ട് മാത്രം മനുഷ്യാവകാശം പ്രസംഗിക്കുന്ന പ്രത്യേകതരം മനുഷ്യരാ P ജയരാജൻ. ഇവിടെ TP കൊല്ലപ്പെടേണ്ട ആളല്ല എന്നാണ് ഹസ്കറിന്റെ ബോധം. ആ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം കുലംകുത്തി എന്ന് വിളിച്ചത് പിണറായി വിജയനാ. താങ്കളൊന്ന് തിരുത്തുവോ? ആ പിണറായി വിജയൻ കുലംകുത്തി എന്ന് വിളിച്ചത് തെറ്റായിരുന്നു എന്ന് താങ്കൾ തിരുത്തി പറയോ? ഇനി താങ്കൾക്ക് ഭയമില്ല അങ്ങനെ പറയാൻ എന്ന് താങ്കൾ പറയുന്നു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ താങ്കൾക്ക് ഭയമില്ല എന്ന് പറയുന്നു. ആരെയാണ് താങ്കൾ ഭയമില്ല എന്ന് പറയുന്നത്? അപ്പോൾ ആരെയോ ഭയക്കേണ്ടതുണ്ടല്ലോ മറ്റാളുകൾ. മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചു വരുന്ന ഇന്നോവക്കാരെ ഭയക്കേണ്ടതുണ്ട് എന്നല്ലേ അതിൽ ബംഗ്യന്തരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സോഷ്യൽ ഇവളായിട്ടുള്ള സമൂഹത്തിന് ബാധ്യതയായിട്ടുള്ള ഒരു കൊടും കുറ്റവാളികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഉത്തര കേസിലെ പ്രതിയായിട്ടുള്ള സൂരജില്ലേ, ആ സൂരജിന് പരോൾ കിട്ടാൻ വേണ്ടിയിട്ട് വ്യാജരേഖ ചമച്ച കേസ് ഈ ദിവസങ്ങളിൽ നടക്കുകയല്ലേ? ഈ മൂർഖൻ പാമ്പിനെ വിട്ട് ഭാര്യയെ കടിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിക്ക് പരോൾ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ശ്രമിച്ചു എന്നുള്ള കേസൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതിനേക്കാൾ കൊടും കുറ്റവാളികളല്ലേ ഇവര്? ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു മനുഷ്യന്റെ മുഖം വെട്ടി ചിഹ്ന ഭിന്നമാക്കി കൊളഞ്ഞ് അതിനുശേഷം കുലം കുത്തി എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ആ കൊലക്കേസിലെ പ്രതികളായിട്ടുള്ളവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞ് പള്ളിക്കാട് ജുമാ മസ്ജിദിലെ ലൈറ്റ് വെളുപ്പാങ്കാലത്തും കെടാതെ കിടന്നു എന്ന് പറഞ്ഞ് മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് അത് വർഗീയ ചാപ്പ കുത്തി മറ്റേതൊക്കെയോ സംഘടനകളുടെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി പത്രവും പാർട്ടി ചാനലും വീണ്ടും പുലമ്പിയ ഒരു കേസിലെ കൊടും കുറ്റവാളി ജയിലിൽ കിടന്നും അതിനുശേഷവും വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരാളുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയാൻ ഹസ്കറിനെ പോലുള്ള വക്കീലന്മാർക്ക് അല്പം നാണവും ഉളുപ്പും വേണം. ശരി, ഓക്കെ.